പാർലമെന്റ് അതിക്രമം അതീവ ഗൗരവതരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള സമയമല്ലെന്നും മോദി പ്രതികരിച്ചു. കേസിലെ പ്രതികൾ 2 വർഷത്തിനിടെ 3 ഇടങ്ങളിൽ യോഗം ചേർന്നിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. മൈസൂർ, ഗുരുഗ്രാം, ഡൽഹി എന്നിവിടങ്ങളിലാണ് യോഗം ചേർന്നത്. മുഖ്യ ആസൂത്രകൻ ലളിത് ജായുടേത് തീവ്ര നിലപാടുള്ള എഴുത്തുകളെന്നും പോലീസ് പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, പ്രധാനമന്ത്രിയുടെ പ്രതികരണം എവിടെ വെച്ചാണ്? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, പാർലമെന്റ് അതിക്രമത്തിൽ ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം വരുന്നത്. ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വിഷയം അതീവ ഗൗരവമുള്ളതാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതിനെ യാതൊരു തരത്തിലും നിസ്സാരമായി കാണാൻ സാധിക്കുകയില്ല. വിഷയം അതീവ ഗൗരവമേറിയതാണ്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. സുരക്ഷാ വീഴ്ച അതീവ ഗൗരവത്തോടെ കാണുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയാനുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഏതായാലും ഈ അതിക്രമം നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായും പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം എന്താണ് സംഭവിച്ചത് എന്ന് മന്ത്രിമാരോട് അന്വേഷിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഏതായാലും വിശദമായ അന്വേഷണം നടത്തണം എന്നും മന്ത്രിമാരോട് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ്. ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഈ സുരക്ഷാ വീഴ്ചയെ അതീവ ഗൗരവത്തോടെ കാണണമെന്നും രാഷ്ട്രീയവൽക്കരിക്കുന്നത്. തീർച്ചയായും പ്രധാനമന്ത്രി പറയുന്നത് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. പക്ഷേ അതീവ സുരക്ഷ നൽകേണ്ട പ്രദേശത്ത് സുരക്ഷ ഒരുക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് മാത്രവുമല്ല, ഈ വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ അത് തള്ളിക്കളയുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇപ്പോഴും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ ഈ വിഷയത്തിൽ വിശദീകരണം നൽകണമെന്ന് പറയുമ്പോൾ പോലും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള ഔദ്യോഗികമായ പ്രതികരണവും ഉണ്ടായിരുന്നില്ല. ആ ഒരു പശ്ചാത്തലം കൂടി പ്രധാനമന്ത്രി ചേർത്ത് വയ്ക്കുന്നുണ്ടോ? തീർച്ചയായും ആ ഒരു പശ്ചാത്തലം കൂടെ നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതാണ്. യാതൊരു തരത്തിലുള്ള പ്രതികരണവും രാജ്നാഥ് സിംഗ്, അത് സംഭവം നടന്ന അതിന്റെ പിറ്റേ ദിവസം രാജ്നാഥ് സിംഗ് ചില പ്രസ്താവനകൾ പാർലമെന്റിൽ നടത്തി എന്നതൊഴിച്ചാൽ മറ്റ് പ്രസ്താവനകളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അമിത്ഷാ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇറക്കണം എന്നാണ് പ്രതിപക്ഷം തീവ്രമായി ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാർലമെന്റ് പ്രക്ഷുബ്ധമാവുകയും ചെയ്തു. നാളെ പാർലമെന്റ് ചേരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം പ്രതിപക്ഷം ആവർത്തിക്കാനാണ് ഒരു സാധ്യതയുള്ളത്. ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം പുറത്തേക്ക് വരുന്നത്. ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇത് യാതൊരു തരത്തിലും രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ ഇനി അംഗീകരിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെ വേണം പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാളെ കൂടെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ലളിത് ഝാ, മുഖ്യ ആസൂത്രകനായ ലളിത് ഝായുടെ സുഹൃത്ത് മഹേഷിനെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അതിക്രമം നടക്കുന്നതിന് വർഷങ്ങൾ നീണ്ട ആസൂത്രണവും ഗൂഢാലോചനയും നടന്നു എന്ന് തന്നെയാണ് പോലീസിന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ. ഏതായാലും 2 വർഷങ്ങൾക്കുള്ളിൽ ഈ അതിക്രമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രതികൾ 3 ഇടങ്ങളിൽ യോഗം ചേർന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ഗുരുഗ്രാം, മറ്റൊന്ന് മൈസൂർ എന്ന് പറയുന്നത് മനോരഞ്ജന്റെ ജന്മസ്ഥലമാണ് മൈസൂർ. ഗുരുഗ്രാം വിശാൽ ശർമ്മയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ഒപ്പം തന്നെ ഡൽഹിയിലും ഈ പ്രതികൾ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഒടുവിലാണ് ഇവർ ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. കൃത്യമായി സർക്കാരിന്റെ നയങ്ങളോടുള്ള എതിർപ്പ്, പ്രത്യേകിച്ച് മണിപ്പൂർ കലാപം, കർഷക സമരം, വിലക്കയറ്റം എന്നിവയിൽ സർക്കാരിന്റെ നയങ്ങളോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് എന്നും പറയുന്നു. ഏതായാലും ഈ അന്വേഷണം ഒരു ഭാഗത്ത് ഡൽഹി സ്പെഷ്യൽ സെൽ കൊണ്ടുപോകുമ്പോൾ മറുഭാഗത്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അന്വേഷണവും പോലീസ് സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ലളിത് ഝായുടെ കൂടുതൽ സാമൂഹിക മാധ്യമ പോസ്റ്റുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നത് തീവ്ര നിലപാടുകൾ സൂക്ഷിക്കുന്നയാളാണ് ലളിത് ഝാ എന്നൊരു വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഈ തീവ്ര സ്വഭാവമുള്ള നിലപാടുകൾ കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ആക്രമണം എന്നൊരു നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ പോകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതാപ് സിംഹയുടെ മൊഴി രേഖപ്പെടുത്തണം എന്ന് ഡൽഹി പോലീസ് നേരത്തെ തന്നെ ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ അത് പിന്നീട് ആ പാർലമെന്റ് സമ്മേളനം നടക്കുന്നു, അതിനാൽ പെട്ടെന്ന് അതിന് ഹാജരാകാൻ സാധിക്കില്ല എന്നായിരുന്നു പ്രതാപ് സിംഹ അറിയിച്ചിരുന്നത്. ആ കാര്യത്തിലും അതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായും പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിലാഷ്, വിശദാംശങ്ങളാണ് സുവി വിശ്വനാഥൻ നൽകിയത്.